ഹലോ ഫ്രണ്ട്സ്, കല്ലൂർ സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ രാവിലത്തെ പരിപാടിയാണ് കേട്ടോ ഇത്. 2 സഞ്ചിയും തൂക്കിക്കൊണ്ട് പോണത്, ഒന്ന് അച്ഛന് കൊടുക്കാനുള്ള ചോറും കാപ്പിയും, ഒന്ന് എനിക്ക് കടയിൽ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം ചേട്ടൻ വണ്ടിയിൽ പോകണത് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ബോബി. ചേട്ടൻ വണ്ടി കയറാൻ തുടങ്ങുന്നു തോന്നുമ്പോൾ തന്നെ അവൻ കുരയ്ക്കാൻ തുടങ്ങും. അവന് ഭയങ്കര വിഷമമാണ് ചേട്ടൻ രാവിലെ പോകണതൊക്കെ. എപ്പോഴും ഇവിടെ നിൽക്കണതാണ് സന്തോഷം കേട്ടോ. സാധാരണ ഓടിപ്പോയി കാലിൽ പിടിക്കാറാണ് പതിവ്. ഇന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിപ്പോയില്ലേ ബൈക്ക്, അതുകൊണ്ടാണ് മഴക്കൂടെ നീത്തുള്ളിൽ, അല്ലെങ്കിൽ വണ്ടിയിൽ കയറ്റണം. വണ്ടി കയറിയാൽ അങ്ങനെ ഇരിക്കും, ബൊമ്മ പോലെ ഇരുന്നോളും കേട്ടോ. ഇത്രയും ബഹളമൊക്കെ ഈ മതിൽ കഴിയുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ അങ്ങ് നിൽക്കും. പിന്നെ അവനറിയാം എന്തായാലും പോയി ഇനി വൈകുന്നേരം വരുള്ളൂ എന്നറിയാം. എൻ്റെ വിഷമത്തിലാണ്. ചിലപ്പോഴൊക്കെ ആണെങ്കിൽ കണ്ണിൽ കൂടി ഇങ്ങനെ കണ്ണീര് വായി രാവിലെ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ അംഗം കഴിഞ്ഞ് നിൽക്കുകയാണ്. അടുത്തിനി കഴിക്കേണ്ട നടപടിയാണ് കേട്ടോ. അവൻ ചോറും ഒരു മുട്ടയും പിന്നെ കുറച്ച് മീനിൻ്റെ പീസും ഉണ്ടായിരുന്നു. അത് കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും കഴിക്കില്ല. ഇത്ര ദൂരത്തിൽ നിന്നിട്ടാണ് ചേട്ടൻ പോകണമെന്ന് തോന്നുന്നത് ഓടിങ്ങെത്തുന്നത്. ഓടി വന്ന് കാലിൽ പിടിക്കും. അല്ലെങ്കിൽ അതുപോലെ ഈ കമ്പി വഴിയാണ് സഞ്ചാരം കേട്ടോ. കാരണം അല്ലാതെ അഴിച്ചു വിടാൻ പറ്റില്ല, മതിലില്ലാത്തതുകൊണ്ട് പുറത്തു വിടാനും പറ്റില്ല. ആരെ കണ്ടാലും ഇതുപോലെ വാ തുറന്ന് കടിക്കും പോലെ കാണിക്കും. അവർ കടിച്ചെന്ന് പറയും. ദൈവം ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് വാ തുറന്ന് ഇങ്ങനെ അള്ളി പിടിച്ചാണേ. അതുകൊണ്ട് എല്ലാവരും കടിക്കണമെന്നാണ് പറയണത്. അതുകൊണ്ട് നമുക്കതിനെ പുറത്ത് വിടാൻ പറ്റില്ല കേട്ടോ. പക്ഷേ ഇവിടെ ഭയങ്കര കെയറിങ് ആണ്, മക്കളെ ആയാലും എല്ലാം ഭയങ്കര കെയറിങ്. അവരെ പുറത്തിറങ്ങാനോ ഒന്നും സമ്മതിക്കില്ല. കല്യാണി പിന്നെ ഫുഡ് കൊണ്ട് കൊടുക്കുന്നത് ബോബിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. എന്നറിയാമോ, കല്യാണിയാണെങ്കിൽ ബോബിയുടെ ചോക്കോ ബാറൊക്കെ കൊടുത്തേക്കുമ്പോഴേ ഇവള് കുറച്ച് കഴിച്ചിട്ട് കൊണ്ട് കൊടുക്കും. സിബബൊക്കെ കഴിക്കും കേട്ടോ, അവളെല്ലാം കഴിക്കും ബോബി. അപ്പം ഞാൻ പിന്നെ എന്തായാലും പോകാൻ റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ പറയായിരുന്നു, പുറത്തൊന്നും ഇറങ്ങരുത്, ഇവിടെ ബഹളമൊന്നും വയ്ക്കരുത്, അടിയൊന്നും ഉണ്ടാക്കരുത്, രണ്ടുപേരും മര്യാദയ്ക്ക് നിൽക്കണം. ഇവർ പോകാത്തതുകൊണ്ടാണ് കേട്ടോ. ഇവർ പോയിരുന്നെങ്കിൽ വലിയൊരു കിറ്റാണ് ഞാൻ എന്നും ചോറ് കൊണ്ടുപോകാൻ വേണ്ടി കൊടുക്കുന്നത്. ഇവർക്ക് വന്നിട്ട് കഴിക്കാനുള്ളതും കൂടി ഞാൻ രാവിലെ കൊണ്ടുപോകും. അപ്പോൾ ഇന്നും ബോബി ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. അവർ രണ്ടുപേരും പോയില്ലല്ലോ. അപ്പോൾ കേശുവിന് അതിൻ്റെ ഒരു വിഷമമുണ്ട് കേട്ടോ. ഞാൻ പോകണോണ്ട് കേശുവിന് ഭയങ്കര വിഷമം. ഇത് ഞാൻ സമാധാനിപ്പിച്ച് ഇവിടെ നിന്നോ, ഒരു പ്രശ്നം ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് ഒരു ടാറ്റയെ കൊടുത്ത് ഒരു ഉമ്മവും കൊടുത്ത് സമാധാനപ്പെടുത്തിയിട്ട് പോവായിരുന്നു. പക്ഷെ ബോബിക്കാണെങ്കിൽ ഒരു അനക്കവും ഇല്ല കേട്ടോ. ഞാൻ പോകണമെന്ന് പറഞ്ഞാലും ബോബി അനങ്ങൂല. കിടക്കണടുത്ത് കിടന്ന് ഇങ്ങനെ ഒന്ന് നോക്കണമല്ലാതെ ഒരൊറ്റ അനക്കമില്ല. ചേട്ടൻ പോയാലാണ് അവൻ വേദനയും വിഷമവും അത്രയും. അപ്പം നമ്മൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓക്കെ, ബൈ ബൈ.